ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് നമ്മൾ സ്റ്റുഡൻസ് മെത്തേഡിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അതിൻ്റെ ബേസിക്കുള്ള കാര്യങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടീച്ചേഴ്സ് മെത്തേഡും പറയുന്നുണ്ട്. ഇനി സ്റ്റുഡൻസ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം 3 ഡിജിറ്റ് 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് 2 ഡിജിറ്റ്, 4 ഡിജിറ്റ് 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് 4 ഡിജിറ്റ്. ഈ കേസിലാണ് നമുക്ക് കുട്ടികൾക്ക് സ്റ്റുഡൻസ് മെത്തേഡ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് റോഡ് സെലക്ട് ചെയ്യാനാണ്. റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഏതാണ് നമ്പർ, ഇപ്പോൾ 3 ഡിജിറ്റ് 3 ഡിജിറ്റ് എന്നുള്ള കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓരോ പെയറായി ഗ്രൂപ്പായി തിരിക്കണം. അതായത് 2 ഡിജിറ്റിന് എന്താ ഒരു ഗ്രൂപ്പാക്കുക. ഇനി ഇവിടെ 2 പെയർ ആക്കാനില്ല, അപ്പോൾ അവിടെ ലെഫ്റ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സൈഡിൽ റൈറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ 2 നമ്പേഴ്സിനെ ഗ്രൂപ്പാക്കുക. ഇനി ഇവിടെ 1 ഡിജിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്, അതിനെ അവിടെ ലെഫ്റ്റ് ചെയ്യുക. പിന്നെ അതാണ് ഇതിന് നമ്മളിങ്ങനെ പ്ലേസ് വാല്യൂസ് മാർക്ക് ചെയ്യണം. അത് ഇവിടുന്ന് 1 2 3 ഇത് ഫസ്റ്റ് ഇരിക്കുന്ന നമ്പറാണ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇവിടെയും അതേപോലെ 1 2 3 ഈ രീതിയിൽ അദ്ദേഹം മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് 12x45 ചെയ്യണം, പിന്നെ 12x6 ചെയ്യണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് സ്പീഡിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ 12x45 ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏത് റോഡിൽ പ്ലേസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം 12ന് മാക്സിമം വരുന്ന ഡിജിറ്റ് 3 ആണ്, 45ൻ്റെ ബിഗ്ഗസ്റ്റ് ആയിട്ട് വരുന്ന പ്ലേസ് വാല്യൂസ് 3 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 3+3 നമ്മൾ സെലക്ട് ചെയ്തിട്ട് 6th റോഡിലായിരിക്കണം പ്ലേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. അതേപോലെ 12x6 നെക്സ്റ്റ് ഈ 12നെ റൈറ്റ് സൈഡിൽ 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 12ൽ 2 പ്ലേസ് വാല്യൂസ് വരുന്നുണ്ട്, 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം വരുന്നത് 3 ആണ്. ആ 3നെ സെലക്ട് ചെയ്യുക. 6ന് ഒരു ഡിജിറ്റ് ഒരു പ്ലേസ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ 1. അതുകൊണ്ട് 3+1, അതുകൊണ്ടാണ് 4th റോഡിൽ പ്ലേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. ഇനി നെക്സ്റ്റ് വരുന്ന സമയത്ത് 3x45 വരുന്ന സമയത്ത് 3ൻ്റെ പ്ലേസ് വാല്യൂ 1ഉം 45ന് മാക്സിമം വരുന്നത് 3 ആണ്. അപ്പോൾ 1+3 4th റോഡിൽ പ്ലേസ് ചെയ്യണം. പിന്നെ 3x3 1ഉം 1 ആണ് വരിക പ്ലേസ് വാല്യൂസ്. അതുകൊണ്ട് സെക്കൻഡ് റോഡിൽ പ്ലേസ് ചെയ്യുന്നില്ല കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾ ഞാൻ പറഞ്ഞു നമുക്ക് 2x2 മൾട്ടിപ്ലിക്കേഷൻ കുട്ടികൾക്ക് മെൻ്റലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആൻസർ കുട്ടികൾക്ക് ഓൾറെഡി അറിയാം. അതായത് 12x45 എന്ന് പറയുമ്പോൾ 540 ആണെന്നറിയാം. 12x6 എന്ന് പറയുമ്പോൾ 72 എന്ന് കുട്ടികൾക്കറിയാം. 3x45 എന്ന് 135 ആണെന്ന് കുട്ടികൾക്കറിയാം. 3x6 എന്ന് പറയുമ്പോൾ 18 ആണെന്നറിയാം. ഈ സമയത്ത് കുട്ടികൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 12x45 എന്ന് പറയുമ്പം എത്ര ഡിജിറ്റാണ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ 1 2 3 4. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് റോഡ് സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനി നെക്സ്റ്റ് കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയേണ്ട കാര്യം, ഇപ്പോൾ 12x45 എന്ന് പറയുമ്പം എത്ര ഡിജിറ്റ് ടോട്ടൽ വരുന്നുണ്ട് കൗണ്ട് ചെയ്യണം. 1 2 3 4 ഡിജിറ്റ് വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം. 12x45 എന്ന് പറയുമ്പം നമുക്കറിയാം 4 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ കുട്ടികളോട് പറയാം അത് 4 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 4 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്താ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. 0 5 4 0 ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പറായി മാറി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 12x6 എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പറുണ്ട്. 1 2 3 ടോട്ടൽ 3 നമ്പർ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആൻസറിൽ 2 ഡിജിറ്റ് മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് 3 ഡിജിറ്റിലേക്ക് പറഞ്ഞാൽ 072 എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കുക 3x45 എത്ര ഡിജിറ്റ് ഉണ്ട്, 3 ഡിജിറ്റാണ്. ഇവിടെ കിട്ടിയ ആൻസറും 3 ഡിജിറ്റാണ്. ഇതിൽ യാതൊരു ചേഞ്ചില്ല, 135. ഇനി 3x6 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റാണ്, 1 2 ഡിജിറ്റാണ്. ഇതിൻ്റെ ആൻസറും 2 ഡിജിറ്റാണ്. അപ്പോൾ ഇതിലും യാതൊരു ചേഞ്ചില്ല, 18. ഇനി ഈ നമ്പേഴ്സിനെയാണ് ഇതേ പറഞ്ഞ ഓരോ റോഡിലേക്കും പ്ലേസ് ചെയ്യേണ്ടത്. അതായത് 6th റോഡിൽ പ്ലേസ് ചെയ്തേണ്ടത് 0 5 4 0. അതായത് 6th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0 6th റോഡിൽ വരും, 5th റോഡിൽ 5 വരും, 4th റോഡിൽ 4 വരും, 3rd റോഡിൽ 0 വരും. നെക്സ്റ്റ് 072 എന്ന് പറയുമ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 4th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് 4th റോഡിൽ 0യും 3rd റോഡിൽ 7ഉം 2nd റോഡിൽ 2ഉം ആഡ് ചെയ്യണം. ഇനി ഇവിടെ 4th റോഡിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 4th റോഡിൽ, ഇത് 3rd റോഡിൽ, ഇത് 2nd റോഡിൽ. ഇനി 2nd റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 2nd റോഡിൽ, ഇത് 1st റോഡിൽ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്ത് നോക്കാം. നേരത്തെ നമുക്ക് ടീച്ചേഴ്സ് മെത്തേഡിൽ ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ 56088 ആണ്. അപ്പോൾ ഇതിലും നമുക്ക് ആ ആൻസർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മൈൻഡിൽ നമുക്ക് ഈ ആൻസർ അറിയുന്ന കുട്ടികൾക്ക് ഈസിയാണ്. കാരണം ഇതിൽ നമുക്ക് എന്താ ചെയ്യുക, ഇനി 3x3 ആണെങ്കിൽ ഈ റോഡ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും മതി. 6th റോഡ് 4th റോഡ് 4th റോഡ് 2nd റോഡ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി കിട്ടുന്ന ആൻസർ 4 ഡിജിറ്റ് തന്നെ ആണെങ്കിൽ യാതൊരു ചേഞ്ചില്ല, അതിനനുസരിച്ച് ചെയ്യാം. അഥവാ ഇവിടെ 3 ഡിജിറ്റും കിട്ടുന്ന ആൻസർ 2 ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ, അതായത് തുടക്കത്തിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്ലേസ് ചെയ്യാൻ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് വേണ്ടത് 6 റോഡുകളാണ്. അപ്പോൾ 1 2
ശ്രദ്ധിക്കാം. നമുക്കിവിടെ വരുന്ന സമയത്ത് ഓക്കെ 6 റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1 2 3 4 5 6 ഇതാണ് നമ്മൾ 6th റോഡ് വരാം. ഓക്കെ, ഇതാണ് നമ്മൾ 6th റോഡ് വരാം. ഈ 6th റോഡിൽ എന്തായിരിക്കണം 0, അതായത് ആദ്യത്തെ 050 എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 ഇതാണ് 6th റോഡെങ്കിൽ ഇവിടെ 0, ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 0. ഓക്കെ, 0 5 4 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് 072 ഏത് റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 4th റോഡിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 12 × 6 സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4th റോഡാണ്. 4th റോഡ് എന്നാലും ഈ ഡോട്ട് വരുന്നതാണ് 4th റോഡ്. ഇവിടെ 0, പിന്നെ ഇവിടെ 7, ഇവിടെ 2 പ്ലേസ് ചെയ്തതിനു. ഇനി കുട്ടികൾ പ്ലേസ് ചെയ്യുക 1 3 5 ആണ്, അതായത് അതും 4th റോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് 4th റോഡ്. ഇവിടെ 1 വേണം. 1 എന്ന് പറയുമ്പോൾ ആഡ് 5 ലെസ് 4. ഇവിടെ 3 വേണം. 3 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വരില്ല, അപ്പോൾ ആഡ് 10 ലെസ് 7. ഇവിടെ 5 ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇനി വരുന്ന റോഡ് എന്ന് പറയുന്നത് 2nd റോഡിലാണ്. 18 ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇതാണ് 2nd റോഡ്. ഇവിടെ 1ഉം ഇവിടെ 8ഉം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ നോക്കാം 5 6 0 8 8. അപ്പോൾ സ്റ്റുഡൻസ് മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് 5 6 0 8 8. നമുക്ക് ടീച്ചേഴ്സ് മെത്തേഡിൽ ചെയ്ത് കിട്ടിയ ആൻസറും സെയിം ആണ് 5 6 0 8 8. ഇതാണ് സ്റ്റുഡൻസ് മെത്തേഡ്. സ്റ്റുഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യണം, എത്ര ഡിജിറ്റാണോ അതിന് ഗ്രൂപ്പായി തിരിക്കുക, റോഡ് കണ്ടുപിടിക്കുക. റോഡ് കണ്ടുപിടിക്കാൻ ഇതേപോലെ അതിന് പ്ലേസ് വാല്യൂസ് കൊടുത്തതിന് ശേഷം മാക്സിമം വരുന്ന ഏതാണോ ഡിജിറ്റ് അതെന്ത് ചെയ്യുക, ബിഗ്ഗസ്റ്റ് പ്ലേസ് വാല്യൂ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ 12 × 45 എന്ന് പറയുന്ന സമയത്ത് 12ന് 3ഉം 45ന് 3 ആണ് ബിഗ്ഗസ്റ്റ് ആയിട്ട് വരുന്ന പ്ലേസ് വാല്യൂ. അതുകൊണ്ടാണ് 3 + 3 എടുത്ത് 6th റോഡിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ 6th റോഡിൽ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് അറിയുന്ന സമയത്ത് 12 × 45 ആണ് 6th റോഡിൽ നിന്ന് അറിയാം. അപ്പോൾ 12 × 45 എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി മൈൻഡിൽ 540 എന്ന ആൻസർ എന്ന് കിട്ടും. അപ്പോൾ ഇത് 12 × 45 എന്ന് 4 ഡിജിറ്റ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ഡിജിറ്റാണ് ആൻസർ എങ്കിൽ തുടക്കത്തിൽ ഒരു 0 ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് 6th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇത് 4th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇതും 4th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇത് 2nd റോഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇത് റോഡ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കണ്ടുപിടിക്കേണ്ട ശരിക്കും ആവശ്യമില്ല. കുട്ടികൾ ഇപ്പോൾ 3 × 3 എന്ന് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താലും മതി. 3 × 3 വരുന്ന സമയത്ത് 6th റോഡ് 4th റോഡ് 4th റോഡ് 2nd റോഡ് ഈ രീതിയിലാണ് വരാമെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കിട്ടുന്ന വാല്യൂ 3 ഡിജിറ്റ് ആണെങ്കിൽ 4 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഡിജിറ്റ് ചെയ്യാൽ ഒരു 0 തുടക്കത്തിൽ സ്റ്റാർട്ട് ആഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് സ്റ്റുഡൻസ് മെത്തേഡ് 3 × 3 ഡിജിറ്റ്. നെക്സ്റ്റ് 4 × 2 ഡിജിറ്റ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.